2023 അവസാനിക്കുന്നു. 2024 എന്ന് പുതിയ വർഷം ജനിക്കുന്നു. പുതിയ വർഷം ജനിക്കുമ്പോൾ ഈ കൊല്ലം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വീഡിയോ നിങ്ങൾ പലതും കണ്ടു കാണും. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്നല്ല, പുതിയ കൊല്ലത്തിൽ എന്തെല്ലാം ചെയ്തുകൂടാ എന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ മധുഭാസ്കരൻ. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ പുതിയ വർഷം തുടങ്ങുമ്പോൾ അത് വളരെ ഭംഗിയായി 2024 ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഓവർ കമ്മിറ്റ്മെന്റ് എടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ ഷെഡ്യൂൾ ഓവർലോഡ് ആവാതിരിക്കട്ടെ. പുതിയ കൊല്ലം തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു 10-20 റിസൊല്യൂഷൻസ് ഉണ്ടാക്കും. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ എഴുതി ഉണ്ടാക്കും. അപ്പോൾ ഓവറായിട്ട് നമ്മൾ അതിനോട് ഓവർലോഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ പറ്റാതാകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ 20 കാര്യം ചെയ്തു എന്ന് കരുതിക്കൊള്ളൂ. അതിൽ 3-4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ ഇൻകംപ്ലീറ്റ് ആയതെല്ലാം ഊർജം നഷ്ടപ്പെടുത്തി കളയുന്നത് കൊണ്ട് തന്നെ പിന്നീട് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാതാകും. അതുകൊണ്ട് ഇങ്ങനെ ഓവർലോഡ് ചെയ്യുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, ആ കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുക, അതിനെ കൃത്യമായി ചെയ്യുക എന്നതാണ്. അല്ലാതെ ഓവറായിട്ട് ഈ 2024 എന്ന് പറയുന്ന കൊല്ലമേ ഉള്ളൂ, ഇനിയുള്ള കൊല്ലങ്ങളില്ല, അതുകൊണ്ട് ഈ കൊല്ലം തന്നെ ജീവിതത്തിൽ അതിഭീകരമായ മാറ്റമുണ്ടാകണം എന്നെല്ലാം ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക. അതാണ് പ്രാക്ടിക്കലായി ഇത് നടപ്പാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തെല്ലാം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കാതിരിക്കുന്നത് ഒരു അപകടമാണ് എന്നാണ്. എന്താണത്? മെൻ്റൽ ഹെൽത്തിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു പദ്ധതികൾക്കും കൂട്ടു നിൽക്കാതിരിക്കുക എന്നതാണ്. നമ്മുടെ മാനസിക ആരോഗ്യം ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുന്ന പോലത്തെ എല്ലാ പദ്ധതികൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഇന്നത് വാങ്ങണം, ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ അത് കാരണം മനസ്സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്നത് പ്രധാനമാണ്. കാരണം നമ്മൾ ഈ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതെല്ലാം സന്തോഷകരമായി ജീവിക്കാനാണ്. അപ്പോൾ ആ സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് വല്ലതും എൻ്റെ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ചിന്തിക്കുക. മാനസിക ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഒരു കൊല്ലത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടാവുകയുള്ളൂ. വരും കൊല്ലങ്ങളിൽ ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജം അപ്ലൈ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്, ഒരിക്കൽ കൂടി പറയാം. ഈ 2024 ഫലപ്രദമായി ആകണമെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനത്തിനെ, പെർഫെക്ഷനിലേക്കുള്ള നിങ്ങളുടെ ആ സാധനത്തിനെ സൂക്ഷിക്കുക. അപകടകാരിയാണ് അവൻ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യൂ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉദാഹരണം, നമ്മളൊരു സാധനം ചെയ്യാൻ തീരുമാനിച്ചു. ആ സാധനം 7 ദിവസത്തിൽ 3 ദിവസമേ ചെയ്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അതിൽ നിരാശ ബാധിക്കുകയും പിറ്റേ തവണ ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയൊന്നുമല്ല. ഇനി 20 മിനിറ്റാണ് നമ്മളൊരു മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെച്ചത്, ഇല്ലെങ്കിൽ യോഗ 1 മണിക്കൂർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ നമുക്കിന്ന് 5 മിനിറ്റ് ചെയ്യാൻ സമയമുള്ളൂ, 5 മിനിറ്റ് ചെയ്യുക എന്നതാണ്. പെർഫെക്ഷനിസ്റ്റുകൾക്ക് അങ്ങനെയില്ല, 1 മണിക്കൂർ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാതിരിക്കും. അപ്പോൾ സീക്കിംഗ് പെർഫെക്ഷൻ ഒരു അപകടമാണ്. അതുകൊണ്ട് തുടക്കം തൊട്ടേ അതിനെ ഒഴിവാക്കുക. അതാണ് മൂന്നാമത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഇത്തരം ഏതൊന്നാണോ വേണ്ടാത്തത് എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കണമെങ്കിൽ പെർഫെക്ഷൻ ഒരു അപകടകാരിയാണ്, സൂക്ഷിക്കുക. നാലാമത്തെ ഒരു അപകടകാരിയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സാധനം. നീട്ടിവെക്കുക എന്ന് പറയില്ലേ, നമുക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഈ പലപ്പോഴും ഈ തുടങ്ങി ജനുവരി 1, 2, 3, 4 ആവേശം ഒരു 6, 7, 8, 9 ആകുമ്പോൾ കുറച്ച് തണുക്കും. അത് തണുത്ത് കഴിഞ്ഞാൽ, അത് തണുക്കുന്നതിന് ഒരു കാരണം എന്താ വെച്ചാൽ, ഇന്ന് ചെയ്തില്ല നാളെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയുന്ന ചിന്തയാണ്. അത് ഏത് കാലഘട്ടത്തിലുണ്ടായാലും ആ ചിന്ത അപകടകാരിയാണ്. കാരണം നാളെ ഒന്നില്ല, ഇന്ന് എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നാണ്. ഇന്ന് 1 മണിക്കൂർ സമയമില്ലാത്തത് കൊണ്ട് യോഗ ചെയ്യുന്നില്ല, വേണ്ട, ഇന്ന് 5 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ചെയ്യുക എന്നതാണ്. അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്തു എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായത് റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക.
അഞ്ചാമത്തെ കാര്യം നോൺ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഇല്ലാതിരിക്കുന്നത് ഒരു അപകടമാണ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി ഇല്ലാതിരിക്കുക? നമ്മൾ ചില ഗോളുകളൊക്കെ തീരുമാനിച്ചു, ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കി. ഈ പദ്ധതികൾ നടപ്പാക്കി കൊണ്ടുപോയപ്പോൾ 1-2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് അത്ര എഫക്റ്റീവ് അല്ല, ഇല്ലെങ്കിൽ അത് ഗുണകരമല്ല, ഇല്ലെങ്കിൽ അത് പറ്റുന്നില്ല പ്രാക്ടിക്കലി. വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. അതിന് സാഹചര്യത്തിനനുസരിച്ച് മാറ്റുക, പുതിയ കാര്യങ്ങളിലേക്ക് പോവുക എന്ന് തന്നെയാണ് അനിവാര്യമായ. ഇല്ല, ഞാൻ 2023 ഡിസംബർ 31 പ്രതിജ്ഞയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പോകും എന്നൊന്നും വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന, നിങ്ങളുടെ ഗ്രോത്തിന് സഹായകരമാകുന്ന ഒരു പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് മാറുക എന്നത് തന്നെയാണ് അതിൻ്റെ പോസിറ്റീവായ വശം. ഫ്ലെക്സിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഒന്നാണെന്ന് ഞാൻ കരുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നോൺ ഫ്ലെക്സിബിലിറ്റി ഒരു അപകടമാണ് നമ്മുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്. ആറാമത്തെ കാര്യം പൊതുവെ ആളുകൾക്കുള്ളതാണ് മാറ്റത്തിനോടുള്ള പേടി, ഫിയർ ഓഫ് ചേഞ്ച്. നമ്മൾ 2023 വരെ ഒരുമാതിരി ജീവിച്ചു. 2024 പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ മാറ്റം പ്രശ്നമാകുമോ? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരാളായിരുന്നു. 2024 തൊട്ട് അടുത്ത 5 കൊല്ലത്തേക്ക് നോൺ വെജ് വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈ നോൺ വെജ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുക? അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ ചേഞ്ച് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇത് കേട്ട് ഞാൻ പേടിക്കാൻ നിന്നാൽ ആ സാധനം നടപ്പാക്കാനുള്ള പവർ എനിക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അത് നമ്മൾ ഏത് സാഹചര്യത്തിലും, അത് വിദേശത്തല്ല, ഇനി ലോകത്ത് നോൺ വെജ് മാത്രം കിട്ടുന്ന ഒരു രാജ്യത്ത് പോയാലും ഞാനത് കഴിക്കില്ല എന്ന ഒരു മാറ്റം, കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ വ്യത്യസ്തമായൊരു മാറ്റം കൊണ്ടുവരണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് ചേഞ്ചും അനിവാര്യമാണ്. അതുകൊണ്ട് ചേഞ്ചുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്തരം പേടികളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ 2024 എന്ന് പറയുന്ന മനോഹരമായൊരു കൊല്ലം മനോഹരമാക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്നത്. സൂക്ഷിക്കുക ഇവകളെ. ഈ കൊല്ലം നിങ്ങൾക്ക് ഏറ്റവും മികച്ച കൊല്ലങ്ങളിൽ ഒരു കൊല്ലമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.